ബിഗ് ബോസ് സീസൺ 6 മലയാളം വ്യാഴാഴ്ച ടെലികാസ്റ്റാണ്. ഇന്നലെ എന്തൊക്കെയായിരുന്നു, ജാസ്മിൻ പുറത്തായി, അപ്സര പുറത്തായി, അടിച്ചു, ഫിസിക്കൽ അസാൾട്ട്, രക്തം വന്നു. അപ്പോഴേ ഞാൻ ആദ്യം വീഡിയോ ഇടായിരുന്നു, എന്തെങ്കിലും അറിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ എനിക്കറിയാമായിരുന്നു എന്തൊക്കെയാണ് ആൾക്കാർ വീഡിയോ ഇട്ടത്. എനിക്കറിയില്ല എന്തുകൊണ്ട്. ജാസ്മിൻ്റെ ഒരു പേര് പറഞ്ഞാലേ പൈസ സമ്പാദിക്കാം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ സായി, സിജോ ദേഹം അനങ്ങാതെ എങ്ങനെ കപ്പെടുക്കാം എന്ന് വിചാരിക്കുന്ന 2 പേരാണ് അവിടെ. സിജോ വന്നപ്പോൾ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ കാട്ടുതീ കണ്ട് പേടിച്ചേരേണ്ട പോലെയാണ് സിജോ നിൽക്കുന്നത്. സിജോയ്ക്ക് നാക്ക് പോലും അനങ്ങരുതെന്നാണ് സിജോ ആഗ്രഹിക്കുന്നത്. ഇന്ന് ടാസ്കിൽ സിജോ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിട്ടു. 2ാമത്തെ ടേണും സായിയെ പറഞ്ഞു വിട്ടു. അത് മുട്ട കൊണ്ട് നടക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. സായും സിജോയും പ്ലാൻ ചെയ്യുവാണ് നന്ദനെ എങ്ങനെ നിർത്താം ഫൈനൽ 5 വരെ. കാരണം നന്ദനെ അടിച്ചിടാൻ ഇവർക്ക് എളുപ്പമാണ്. ഫൈനൽ 5 വന്നാൽ നന്ദനയായിട്ട് ഒപ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് നന്ദനെ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. നന്ദനയ്ക്ക് വീട് വയ്ക്കണം, കാശ് കൊടുക്കണം. ഇഷ്ടംപോലെ കാശ് സായിക്കുണ്ടല്ലോ, ഒരു 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കട്ടെ. എല്ലാവരുടെ കാശ് വാങ്ങിച്ച് കൊടുക്കണമെന്ന് എന്തിനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇന്ന് സായിയുടെ എപ്പിസോഡ് ഭയങ്കര സെൻറ്റിമെൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ശരിക്കും സങ്കടം വന്നു. നായിൻ്റെ വിഷയത്തിൽ ഭയങ്കര സങ്കടം വന്നു. പെറ്റ് മരിച്ചു പോയതിൽ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. പിന്നെ അച്ഛൻ്റെ കാര്യത്തിൽ അതും എല്ലാവർക്കും ടച്ച് ചെയ്യുന്നൊരു ഇതായി. ആ സായി എന്ന് പറയുന്നത് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഹീസ് വെരി ഗുഡ്. നല്ലൊരു നമുക്ക് കഷ്ടം തോന്നും. അങ്ങനെയൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് അർജുൻ, ശ്രീധുവിന് പെട്ടെന്ന് ലോകത്തിലുള്ള എല്ലാവരും ഫേക്ക് ആകുന്നു. അമ്മ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ശ്രീധുവിൻ്റെ എല്ലാം ഡൗൺ ആയി. ശ്രീധുവിൻ്റെ മേക്കപ്പ് ഇല്ല, ശ്രീധുവിൻ്റെ ഡ്രസ്സിങ് ഒന്നും നമുക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണാൻ പറ്റുന്നില്ല. ശ്രീധുവിൻ്റെ ഡ്രസ്സിങ് ഒക്കെ വളരെ മോശമാണ്. ഇന്നലെ ഒത്തിരി മോശമായിരുന്നു, ഇന്നും വളരെ മോശമാണ്. മേക്കപ്പില്ല, ഒന്നുമില്ല. ശ്രീധുവിൻ്റെ എല്ലാ സന്തോഷവും പോയി. ശ്രീധു മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഫേക്കാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ. ഇതിനിടയ്ക്ക് റസ്മിൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അപ്സരയുടെ ആൽബിയുടെ ഇടയ്ക്ക് അപ്സരയുടെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നുണ്ട്. സായിൻ്റെ വൈഫിനെ ഇടയ്ക്ക് കയറി നിൽക്കുന്നുണ്ട്. റസ്മിൻ അങ്ങനെ ശീലിച്ചു പോയി എന്ന് തോന്നുന്നു. പിന്നെ ജിൻഡോ ഒക്കെ ഇന്ന് മ്യൂട്ടായിരുന്നു. വേറെ ആരും അപ്സരയും ജാസ്മിനും കൂടെ ഒരു അടി അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് വെറുതെ ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് പേരൻസ് വന്നു പോയത് കാരണം എല്ലാം പാട്ടും പാടി മഴയും കണ്ടിങ്ങനെ വെറുതെ ഇരുന്നിട്ട് പെട്ടെന്നൊരു അടി വന്നപ്പോഴത്തേക്കും, പെട്ടെന്നൊരു ആർഗ്യുമെൻറ്റ്, അടിയല്ല ഒരു ആർഗ്യുമെൻറ്റ് വന്നപ്പോഴത്തേക്കും അതിനെ ഒന്നങ്ങ് പൊക്കി പിടിച്ച് അടി ഇടി. പക്ഷേ ഇങ്ങനത്തെ ന്യൂസ് പരത്താൻ പാടില്ല. കാരണം അവരുടെ പേരൻസൊക്കെ കാണുന്നതല്ലേ. അങ്ങനെ നന്മയൊന്നും ആരും നോക്കില്ല. എന്നാലും ഞാൻ പറയുകയാണ്. സോ വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നുമില്ല. ഇന്നത്തെ എപ്പിസോഡ് സായി കൊണ്ടുപോയി. ഫുൾ സായി ആയിരുന്നു. സായിയുടെ വൈഫ് വന്നു. നല്ലൊരു കോൺവെർസേഷൻ, ഹെൽത്തി കോൺവെർസേഷൻ. അറിയാതെ സായിയുടെ വൈഫ് പറഞ്ഞു പോയതാണ് ആ നായിക്കുട്ടിയുടെ കാര്യം. അത് കേട്ടപ്പോൾ നമുക്കും വിഷമം തോന്നി, ഒത്തിരി വിഷമം തോന്നി അത് കണ്ടുകൊണ്ടിരുന്നപ്പം. അച്ഛൻ്റെ കാര്യമാണെങ്കിലും വിഷമം തോന്നി. സായി ഒരു നല്ല മനുഷ്യനാണ്. ഇപ്പം കാണിക്കുന്ന ആ ഒരു സായിയുടെ ഫേസ് ഓക്കെയാണ്. ടുവേർഡ്സ് ഫാമിലി എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതിനകത്ത് സ്നേഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സായിയുടെ അടുത്ത്. കപ്പടിക്കണം എന്ന് പറഞ്ഞല്ലേ വന്നത്, കപ്പടിക്കണം, അതാണ് പോയിൻറ്റ്. സോ കപ്പടിക്കാൻ വേണ്ടി തന്നെ ബാക്കിൽ നിന്ന് എല്ലാവരെയും ഫ്രണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലെയറാണ് സായി. ബാക്കി നിൽക്കുമ്പം മുന്നിലുള്ള എല്ലാവരെയും കാണാമല്ലോ, എന്നിട്ട് വന്ന് ഗോൾ അടിക്കാനുള്ള ഒരു പ്ലേ ആണ് സായി ചെയ്യുന്നത്. സിജോയുടെ കൂടെ ചേർന്ന് നിന്ന് ചെയ്യുന്നതായിട്ട് ചെയ്യുന്നു. പക്ഷേ 2 പേരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വീഴ്ത്താമെന്നുള്ളതാണ്. നന്ദനെ കൊണ്ടുവരണം ഫൈനൽ 5 എന്നുള്ള അവരുടെ പ്ലാനാണ്. ജിൻഡോ അടുത്ത് നടക്കില്ല. ജിൻഡോ അടുത്ത് കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കി. ജിൻഡോ കക്ക വരത്തില്ല. അതങ്ങനെ പോകുന്നു. നോക്കാം നമുക്ക് ബാക്കിയുള്ള എപ്പിസോഡ്സ് എങ്ങനെയുണ്ടെന്ന്. അടുത്തത് അപ്സരയുടെ ഫാമിലിയാണ് വന്നത്. നല്ലൊരു ഹസ്ബൻഡ്. ആക്ച്വലി ഷീ ഈസ് ലക്കി ടു ഹാവ് ഹിം. നല്ല ഫണ്ണായിട്ട്, നല്ല ഒരു ടൈം പാസിംഗ് ആയിട്ട്, എല്ലാം ജോവിയലായിട്ട് എടുത്ത് അപ്സരയൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു 3ൽ പഠിക്കുന്ന കുട്ടിയെ പോലെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ബബ്ലിയായിട്ട്. നല്ലൊരു അമ്മ. എല്ലാവരെയും മക്കളെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരമ്മയെ കിട്ടുന്ന ഭാഗ്യമല്ലേ. നമ്മുടെ മക്കളെ മാത്രമല്ലാതെ എല്ലാവരെയും മക്കളെ വാ എന്ന് പറയുന്നത്, അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. നല്ലൊരമ്മ, നല്ലൊരു ഹസ്ബൻഡ്, നല്ലൊരു ഫാമിലി. അപ്സരയ്ക്ക് ഷീ ഈസ് ലക്കി, അതാണ് പറയേണ്ടത്. എല്ലാവരും ചുറ്റിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരും നല്ല സ്പോർട്ടീവായിട്ട്, ലൈവ്ലിയായിട്ട്, നല്ല സ്നേഹം തുളുമ്പുന്ന ഒരമ്മ, നല്ല ബബ്ലിയായിട്ട് എല്ലാത്തിനും ടേക്ക് ഇറ്റ് ഈസി എന്ന് എടുക്കുന്നൊരു ഹസ്ബൻഡ്. നല്ല ഒരു ഹെൽത്തി റിലേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഓൾ ദ ബെസ്റ്റ് ടു അപ്സര ആൻഡ് സായി.